Hi dear nurses, welcome back to Dr. APJ Nursing Academy. Dr. APJ Nursing Academy Trivandrum Keralയുടെ പേജിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന കേരള PSC ഹോമിയോ സ്റ്റാഫ് നേഴ്സ് എക്സാം, അതായത് കഴിഞ്ഞ ദിവസം നടന്ന 5/5/2022 നടന്ന ഹോമിയോ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ സ്റ്റാഫ് നേഴ്സിന്റെ ഉത്തരസൂചികകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഏതാണ് അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഒരു പ്രൊവിഷണൽ ആൻസർ കീ ഏതാണെന്നുള്ളത് നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ കിട്ടുക. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ട്യൂട്ടർ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയ്ക്കെല്ലാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മുടെ PSCയുടെ ട്രെൻഡ് ഓഫ് PSC ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ANM ക്വസ്റ്റ്യൻസിൽ ചോദിച്ച ട്രെൻഡ്, അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന സ്റ്റാഫ് നേഴ്സ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിലുള്ള ട്രെൻഡ് അല്ലേ. അപ്പം അതുപോലെ ഇനി അടുത്ത വരാൻ പോകുന്ന അസിസ്റ്റന്റ് നേഴ്സിംഗ് പ്രൊഫസറിന് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നേഴ്സിംഗ് ട്യൂട്ടർ പരീക്ഷയ്ക്കൊക്കെ വരുന്ന ഇതേ സോഫ്റ്റ്വെയറിൽ ഇതിൽ തന്നെ പല ഓപ്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി തന്നെ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ട് റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം പറയുന്നത്, ഇത് ക്യാമറ പ്രിന്റിൽ നിന്ന് എടുത്ത് നമ്മൾ PDF ആയിട്ട് മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ PDF നമ്മളെ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇനിയും ഇതിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം അഡ്മിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടുന്നതാണ്. ഓൾറെഡി എല്ലാ ഗ്രൂപ്പിലും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കീ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എനിവേ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനിവേ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നു. എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് പറയുന്നത് കേട്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളൊരു ജസ്റ്റ് ഐഡിയാസ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. വിച്ച് എമൗണ്ട് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ നോൺ ഇൻവേഴ്സീവ് പ്രഷർ വെന്റിലേഷൻ അല്ലേ. അപ്പോൾ നോൺ ഇൻവേഴ്സീവ് പ്രഷർ വെന്റിലേഷൻ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് കണ്ടീഷൻ എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. വെന്റിലേറ്റർ എല്ലാം പഠിക്കുക. ഇൻവേഴ്സീവ് ആൻഡ് നോൺ ഇൻവേഴ്സീവ് പ്രഷർ വോളിയം ടൈപ്സ് വെന്റിലേഷൻസ് ഒക്കെ ഉണ്ട്. എനിവേ ഇത് ഓർത്തിരിക്കുക. നമ്മൾ നോൺ ഇൻവേഴ്സീവ് വെന്റിലേറ്റർ സാധാരണ കോൺഷ്യസ് അല്ലെങ്കിൽ സെമി കോൺഷ്യസ് പേഷ്യന്റിനാണ് അപ്ലൈ ചെയ്യുന്നത്. അൺകോൺഷ്യസ് പേഷ്യന്റിന് ഒരിക്കലും നോൺ ഇൻവേഴ്സീവ് പ്രഷർ വെന്റിലേറ്റർ കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ അൺകോൺഷ്യസ് പേഷ്യൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി റെസ്പിറേറ്ററി അറസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊളസ്റ്റിയസ്റ്റോമ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളസ്റ്റിയസ്റ്റോമ അല്ലെ. കൊളസ്റ്റിയസ്റ്റോമ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഓഫ് സ്കിൻ ആണ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ടു എ സിസ്റ്റ് ഫോം ചെയ്യും. ആ സിസ്റ്റ് ഈസ് ഫൗണ്ട് ഓൺ ദ മിഡിൽ ഇയർ കേട്ടോ. ഇപ്പം സിസ്റ്റ് ഇൻ ദ മിഡിൽ ഇയർ ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആൻസർ വരാൻ സാധ്യതയുള്ള. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് തുടങ്ങാം. എ സ്റ്റഡി വിച്ച് ഈസ് യൂഷ്വലി അണ്ടർടേക്കൺ ടു ഒബ്റ്റെയിൻ ആൻ അഡീഷണൽ എവിഡൻസ് ടു റെഫ്യൂട്ട് ഓർ സപ്പോർട്ട് ദ എവിഡൻസ് ഓഫ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ സസ്പെക്റ്റഡ് കോസ് ആൻഡ് ഡിസീസ് അല്ലെ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റഡി നടത്തി അവിടെ ഫൈൻഡ് ചെയ്യുകയാണ് കേട്ടോ. അതായത് അഡീഷണൽ എവിഡൻസ് നടത്തുന്നു. ഇറ്റ് മീൻസ് അനാലിസിസ് ടൈപ്പ് ഓഫ് റിസർച്ച് സ്റ്റഡി നടത്തി എന്നാണ് പറയുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ അസോസിയേഷൻ ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്, അല്ലെങ്കിൽ കോസ് ആൻഡ് ഡിസീസ് മനസ്സിലാക്കും അല്ലേ. അപ്പോൾ അനലിറ്റിക്കൽ സ്റ്റഡീസിൽ എക്സാമ്പിൾ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്. ഇസ് ആൻ എക്സാമ്പിൾ ഈസ് കേസ് കൺട്രോൾ സ്റ്റഡി അല്ലേ. അപ്പോൾ അനലിറ്റിക്കൽ സ്റ്റഡീൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ ആൻസർ എടുക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ എ, കേസ് കൺട്രോൾ സ്റ്റഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻസ്, ആൻ എപ്പിഡമിക്സ് ഒക്കർ ഇൻ എ വെരി വൈഡ് ഏരിയ ക്രോസിംഗ് ഇന്റർനാഷണൽ ബൗണ്ടറീസ് ആൻഡ് യൂഷ്വലി അഫക്റ്റിംഗ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് അല്ലെ. അതായത് കൊറോണ ഈസ് എ പാൻഡമിക് അല്ലെ. അപ്പം ഓപ്ഷൻ ഡി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു പഠിപ്പിച്ചതാണ്. ഓക്കെ, ഐസ്ലാൻഡ് റെഫ്രിജറേറ്റഡ് ടു മെയിൻറ്റെയിൻ എ ക്യാബിനറ്റ് ടെമ്പറേച്ചർ ഓഫ് അല്ലെ. ഐസ്ലാൻഡ് റെഫ്രിജറേറ്റ് PSCയിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ANMൻ്റെ ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ ചോദിച്ചുകൊണ്ട് ആൻസർ ഈസ് +2 + 8 അല്ലെ. +2 + 8 ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻസെഫലോപ്പതി ഈസ് ദ അഡ്വേഴ്സ് ഇവന്റ് ഓഫ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ കേട്ടോ. അപ്പം വാക്സിനിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. നമുക്കറിയാം എൻസെഫലോപ്പതി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വരുന്ന ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഏതാണ് MMR വാക്സിൻസ് അല്ലെ. അതിൽ മെയിൻലി എന്ന് പറയുന്നത് റുബല്ല കേട്ടോ. അപ്പോൾ റുബല്ലയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, റുബല്ല ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Question number 7. The peripheral
ഔട്ട്പോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഡെലിവറി സിസ്റ്റം ഇൻ റൂറൽ ഏരിയ അല്ലെ. ഇപ്പൊ റൂറൽ ഏരിയ ആണെങ്കിലും അർബൻ ഏരിയ ആണെങ്കിലും പെരിഫറൽ ലെവൽ ഓഫ് ഹെൽത്തിൽ നമുക്ക് സാധാരണ പറയുന്നത് ഏതാണ്? സബ് സെന്റർ കേട്ടോ. സബ് സെന്റർ PHC ആണ്. അപ്പോൾ ഇതിലും ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ഔട്ട് പോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഡെലിവറി സിസ്റ്റം ഇൻ റൂറൽ ഏരിയ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് സബ് സെന്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് മിനറൽ ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ എൻസൈം കാർബോണിക് അൺഹൈഡ്രേസ് പ്രസന്റ് ഇൻ ദ RBC ആൻഡ് സ്റ്റൊമക് വാൾ അല്ലെ. അപ്പോൾ ഡയറിയയിൽ നമ്മുടെ ഇൻഡസ്ട്രൈനൽ വാൾവ് അല്ലെ, ഇൻഡസ്ട്രൈനൽ വാൾ എന്ത് ചെയ്യുന്നു? ലോസ് ആവുന്നു അല്ലെ. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു? മെയിൻലി ദ മിനറൽസ് ലോസ് ആവുന്നു. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന വൈറ്റമിൻ ആൻഡ് മിനറൽസിൽ നമ്മൾ പറയുന്ന സിങ്ക് ആണ് കേട്ടോ. സിങ്ക് ഈസ് ദ enzyme carbonic anhydrase present in the RBC and stomach wall കേട്ടോ. ഓപ്ഷൻ എ സിങ്ക് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഡയറിയ റിലേറ്റ് ചെയ്ത് IMNCയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റിലോട്ട് വരാം. ഓൾറെഡി നമ്മുടെ നോട്ടിലുള്ളതാണ്, പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, ദ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ഓഫ് ദ പഞ്ചായത്ത് സമിതി അല്ലെ. പഞ്ചായത്തിലെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അറിയാം, ആൻസർ ഈസ് പഞ്ചായത്ത് സെക്രട്ടറി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The name of the greenish crystalline powder is the effective in killing only in the Anopheles mosquito അല്ലെ. അപ്പോൾ മലേറിയ ഇറാഡിക്കേഷൻ ഇതിൽ നമ്മൾ പാരീസ് ഗ്രീൻ കെമിക്കൽ അല്ലേ, അത് തന്നെയാണ് എന്ന് പറയുന്നത് ഗ്രീൻ ക്രിസ്റ്റൽ കേട്ടോ. ഓപ്ഷൻ എ പാരീസ് ഗ്രീൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 11. ദ ഫോളോയിങ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 3 Ds അല്ലെ. ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ് ആൻഡ് ഡയറിയ അല്ലെ. അപ്പോൾ അത് അൺട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെത്തിലോട്ട് പോയി 4D ആവുന്ന കണ്ടീഷൻ ഈസ് എന്ന് പറയുന്നത് ഇതാണ്. ഓപ്ഷൻ ബി പെല്ലാഗ്ര ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, triangular patchy white yellowish keratin build upon the bulbar conjunctiva at either side of the cornea is seen in നമ്മൾ പഠിച്ചതാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സ്പോട്ട് ദാറ്റ് ഈസ് ഇൻ ദ ബീറ്റർ സ്പോട്ട്, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ അല്ലേ. ഓൾറെഡി പഠിപ്പിച്ചത് തന്നെയാണ്, നോട്ടിലുണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൊവിഷൻ ഇൻ കെയർ സെറ്റിംഗ് വിത്ത് നോ ഓർ മിനിമം സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രസ് ടു ചിൽഡ്രൻ ആൻഡ് ഫാമിലി ബൈ കെയർ പ്രൊവൈഡർ അല്ലെ. അപ്പം പീഡിയാട്രിക്സ് നമ്മൾ ഓൾറെഡി നോട്ടിലുള്ളതാണ്. പീഡിയാട്രിക്സിലെ ഏത് ടൈപ്സ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ ചോദിച്ചാലും ആൻസർ ഈസ് ഫാമിലി സെൻറ്റേഡ് കെയർ കേട്ടോ. ഫാമിലി സെൻറ്റേഡ് കെയർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ഇൻഫന്റ് ഡെവലപ്സ് ഫ്രം ദ എബിലിറ്റി ടു കൺട്രോൾ ട്രങ്ക്, ആംസ്, ദെൻ ഫിംഗേഴ്സ്. ദിസ് ഈസ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പൽ അല്ലെ. അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. സെഫാലോകോഡൽ ഡെവലപ്മെന്റ് അല്ലെ, ഹെഡ് ഫോളോഡ് ബൈ ചെസ്റ്റ്, ട്രങ്ക്, അബ്ഡമൻ, അങ്ങനെയുള്ള ഡെവലപ്മെന്റും. അതുപോലെ എന്ത് ചെയ്യുന്നു? സെൻട്രലിൽ നിന്ന് അല്ലെ, പ്രോക്സിമൽ പാർട്ടിൽ നിന്ന് ഡിസ്റ്റൽ പാർട്ടിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രിമിറ്റി അല്ലെ. അപ്പോൾ പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് ഓഫ് എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞ് നോട്ടിൽ ഓൾറെഡി ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെ എക്സ്ട്രിമിറ്റി ആണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നതെങ്കിൽ ആൻസർ ഈസ് പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് അല്ലെ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇഷിഹാര ടെസ്റ്റ് അല്ലെ. ഇഷിഹാര ടെസ്റ്റ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് കളർ വിഷൻസ് നോട്ടിലുള്ളതാണ്. ആൻസർ ഈസ് കളർ വിഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, കമ്പോണന്റ് ഓഫ് ലോ ഓസ്മോളാർ ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെ. ORS ഈസ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ് ആൻഡ് അൺഹൈഡ്രേസ് ഗ്ലൂക്കോസ് അല്ലെ. എല്ലാത്തിൻ്റെയും ഗ്രാം, അളവ്, ടോട്ടൽ എമൗണ്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺ ദ നോട്ട്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 17. The program launched by Government of India strengthen and re-energy the universal immunization program അല്ലെ. ലേറ്റസ്റ്റ് വന്നേക്കുന്ന മോഡിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് അല്ലെ. അവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി മിഷൻ ഇന്ദ്രധനുഷ് കേട്ടോ. മോഡിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദ പ്ലേ ഓഫ് ഹോസ്പിറ്റലൈസ്ഡ് ചൈൽഡ് ഡ്യൂറിങ് മെറ്റീരിയൽസ് ലൈക്ക് ബാൻഡേജസ് ആൻഡ് സ്ക്രബ് അല്ലെ. അപ്പോൾ ഇവിടെ ബാൻഡേജസ് സ്ക്രബും വെച്ചുള്ള പ്ലേ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാൻഡേജും സ്ക്രബുമായിട്ടുള്ള പ്ലേ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കുട്ടി ഒരു ഇമാജിനറി പ്ലേ നടത്തുവാണ് അല്ലെ. ഒരു ഇമാജിനറി പ്ലേ എന്ന് പറയുമ്പോൾ ആ എൻവയോൺമെന്റിനെ ആക്ട് ഔട്ട് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ആ കുട്ടി ഹോസ്പിറ്റലൈസ് ആയ കുട്ടി അവിടെയുള്ള ബാൻഡേജസും സ്ക്രബ്സും ഒക്കെ വെച്ച് പ്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇമാജിനറി പ്ലേ. ഇറ്റ് ഈസ് എ ഡ്രമാറ്റിക് പ്ലേ കേട്ടോ. സോൾട്ടറി അല്ല. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഡ്രമാറ്റിക് പ്ലേ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, which among the following is the cause of sleep ബ്രൂസ് അല്ലെ. സ്ലീപ്പ് ഡിസോർഡർ അല്ലെങ്കിൽ സ്ലീപ്പ് ബ്രൂസിസം അല്ലെ. ബ്രൂസിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് അല്ലെ. അപ്പോൾ അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ മെയിൻലി നമ്മൾ സ്ട്രെസ് ആണ് പറയുന്നത്. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഉള്ള ചിൽഡ്രൻസിനാണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്ലീപ്പ് ബ്രൂസിസം അല്ലെ. ബ്രൂസിസം എന്നുള്ള രീതിയിൽ ANM ക്വസ്റ്റ്യൻ വന്നു. അതിനെ കുറച്ചും കൂടെ എറ്റിയോളജി എന്നുള്ള രീതിയിൽ സ്റ്റാഫ് നേഴ്സിന് ക്വസ്റ്റ്യൻ വന്നു അല്ലെ. സ്ട്രെസ് റിലീസ് ആൻഡ് പ്ലഷർ കേട്ടോ. അപ്പോൾ സ്ട്രെസ് റിലീസ് ചെയ്യാനും അല്ലെങ്കിൽ പ്ലഷർ അല്ലെ,
സൂത്തനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പീഡിയാട്രിക്സ് നോട്ട്സിലുള്ളതാണ്, പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, എൻഷുറിങ് അഡിക്വേറ്റ് ഹൈഡ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജിങ് ചിൽഡ്രൻ വിത്ത് കീമോതെറാപ്പി. നോട്ട്സിലുണ്ടാണ് കീമോതെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻറ്റിനെ അഡിക്വേറ്റ് ആയിട്ട് ഡീഹൈഡ്രേഷൻ ചെയ്യണം. കാരണം ആഫ്റ്റർ കീമോഡലിൽ സെല്ലുകളൊക്കെ ഡെത്ത് ആവും, അതിൻ്റെ ടോക്സിൻസ് ഒക്കെ എന്ത് ചെയ്യണം, എക്സ്ക്രീറ്റ് ചെയ്ത് പോകണം അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് റിമൂവ് ഡിസ്ട്രോയിഡ് സെൽ പാർട്ടിക്കിൾസ് കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞ പേഷ്യൻസിന് എന്ത് ചെയ്യണം, ടോക്സി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഡീഹൈഡ്രേഷൻ ബിഫോർ സ്റ്റാർട്ടിങ് ആൻഡ് ആഫ്റ്റർ ഫിനിഷിങ് കീമോതെറാപ്പി അല്ലേ. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരാം. ബ്രൂയിസസ് ഓഫ് വേരിയസ് ബോഡി പാർട്സ് വിത്ത് വേരിയിങ് സ്റ്റേജസ് ഓഫ് ഹീലിംഗ് ഈസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ അല്ലേ. ഇപ്പം പല സ്ഥലത്തും ബ്രൂയിസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സസ്പെക്റ്റഡ് കേസ് ഓഫ് അബ്യൂസ് അല്ലേ. അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ചൈൽഡ് അബ്യൂസ്, നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ബ്രൂയിസസ് എന്ന് പറയുമ്പോൾ ലാർജ് ഏരിയയിൽ ടിഷ്യൂസ് ഡാമേജ്ഡ് ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഇഞ്ചറി ഇല്ല ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഫെയിലിയർ ഓഫ് ഫ്യൂഷൻ ഓഫ് മാക്സിലറി പ്രോസസ് ആൻഡ് മാൻഡിബിൾ അല്ലെ. മാക്സിലറി പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ് പാലറ്റ് ഫോം ചെയ്യുന്നതാണ് അല്ലെ. ആൻറ്റീരിയർ ഹാർഡ് പാലറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോം ചെയ്യുന്നില്ല, അവിടെ ക്ലഫ്റ്റ് അല്ലെ, അവിടെ ദർ ഈസ് എ ഗ്യാപ്പ് വരുന്നു. ദാറ്റ് ആൻസർ ഈസ് ക്ലഫ്റ്റ് പാലറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാരോസ്റ്റ് പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് അല്ലെ. ഫലോപ്പിയൻ ട്യൂബിന്റെ നാരോസ്റ്റ് പാർട്ടിനെ നമ്മൾ ഇസ്തുമസ് എന്നാണ് വിളിക്കുന്നത്. ഓൾറെഡി നോട്ടിലുള്ള പോയിന്റ് ആണ്. ആൻസർ ഈസ് ഇസ്തുമസ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത സെർട്ടോളി സെൽ അല്ലെ. സെർട്ടോളി സെൽസ് സെക്രീറ്റ് ചെയ്യുന്നു അല്ലെ, ടെസ്റ്റോസ്റ്റെറോൺ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കും. അതുപോലെ അഡീഷണൽ ആയിട്ട് ഇൻഹിബിൻ കേട്ടോ. ഇൻഹിബിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഓൾസോ സെക്രീറ്റഡ് ബൈ ഏതാണ്, സെർട്ടോളി സെൽസ്. ഓൾറെഡി നോട്ടിലുള്ളതാണ്, എംബ്രിയോളജിയുടെ നോട്ടിൽ കിടപ്പുണ്ട് കേട്ടോ. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് എർഗോമെട്രിൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ലെ. എർഗോമെട്രിൻ നമ്മൾ കാർഡിയാക് ആൻഡ് വാസ്കുലർ ഡിസീസുകളിലാണ് എർഗോമെട്രിൻ എന്ത് ചെയ്തിരിക്കുന്നത്, കോൺട്രാ ഇൻഡിക്കേറ്റ് അല്ലെ. അപ്പോൾ വാസ്കുലർ എടുക്കുമ്പോൾ നമുക്ക് BP ആണ് കിട്ടുന്ന ആൻസർ. അപ്പോൾ പ്രീ എക്ലാംസി കേട്ടോ. പ്രീ എക്ലാംസിയിലാണ് എന്ത് ചെയ്യുന്നത്, എർഗോമെട്രിൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഐഡിയൽ ടൈം ഓഫ് റപ്ചർ ഓഫ് മെംബ്രെയിൻ കേട്ടോ. ഐഡിയൽ ടൈം ഓഫ് റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ടൈം റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണ് ആഫ്റ്റർ 37 വീക്സ് അല്ലെ. 37 വീക്സ് കഴിഞ്ഞ് എനി ടൈം റപ്ചർ ആയി കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയലി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലീക്കിംഗ് ഓഫ് മെംബ്രെയിൻസ് അല്ലെ എന്ന് പറയുന്നത് എന്താണ്, ബിഫോർ 24 hours ഓഫ് ഡെലിവറി അല്ലെ. ഡെലിവറിക്ക് 24 hours മുന്നോടിയായിട്ട് അല്ലെ. അപ്പം ബിഫോർ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. അപ്പോൾ ലേബറിനെ ഫസ്റ്റ് ലാറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ലേറ്റൻറ്റ്, ആക്റ്റീവ് ആൻഡ് ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞ് 3 വരും. 3 കൂടെ ഡ്യൂറേഷൻ എടുക്കുമ്പോൾ അറൗണ്ട് 24 days ആണ് അല്ലെ. 24 hours ആണ്. അങ്ങനെ എടുക്കുമ്പോൾ ഓപ്ഷൻ എ, ബിഫോർ ദ ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് ലേബർ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡാർക്ക് ബ്രൗൺ ബ്ലീഡിംഗ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് അല്ലെ. ഡാർക്ക് ബ്രൗൺ കൺസീൽഡ് ടൈപ്സ് ഓഫ് ബ്ലീഡിംഗ് ഈസ് സീൻ ഇൻ മിസ്ഡ് അബോർഷൻ കേട്ടോ. മിസ്ഡ് അബോർഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ടീത്ത് ആൻഡ് ബോൺസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഡെൻഡോയിഡ് സിസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എനിവേ ഡെർമോയിഡ് സിസ്റ്റ് കേട്ടോ. അതിൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് തോന്നുന്നു. എനിവേ ഡെൻഡോയിഡ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. അപ്പം ഇത് ഡെർമോയിഡ് എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരാം. ദർ ഈസ് നോ ഫിക്സഡ് ഡിനോമിനേറ്റർ അല്ലെ. ഫിക്സഡ് ആയിട്ട് ഡിനോമിനേറ്റർ ഇല്ലാത്ത ഏത് പൊസിഷൻ ആണെന്ന് വെച്ചാൽ ഷോൾഡർ പൊസിഷൻ ആണ്. ഷോൾഡർ പൊസിഷനിൽ ബേബീസ് ലൈ ഓൺ ദ ഒബ്ലിക് ലൈ ആണ്. എനി ടൈം ബേബി എന്തിലോട്ട് മാറാം, സേക്രൽ ബ്രീച്ച് പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ ഫേസ് പൊസിഷനിലോട്ടൊക്കെ ചേഞ്ച് ആവാം അല്ലെ. വെർട്ടെക്സിലോട്ടൊക്കെ ചേഞ്ച് ആവാം. അതുകൊണ്ട് ദർ ഈസ് നോ ഫിക്സഡ് ഡിനോമിനേറ്റർ ഫോർ ഷോൾഡർ പ്രസൻറ്റേഷൻ അല്ല. ടെമ്പറലി നമ്മൾ ഷോൾഡർ പ്രസൻറ്റേഷൻ പറഞ്ഞാൽ അക്രോമിയൻ പ്രോസസ് ഇസ് ദ ഡിനോമിനേറ്റർ ഓഫ് ഷോൾഡർ പ്രസൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ആൻറ്റികോയാഗുലൻ ചോയ്സ് ഇൻ പ്രഗ്നൻസി. ആൻറ്റികോയാഗുലൻ ചോയ്സ് ഇൻ പ്രഗ്നൻസി ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് ഹെപ്പാരിൻ. നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആണ് കൊടുക്കുന്ന. ഓറൽ ആൻറ്റികോയാഗുലൻ്റ് ഇസ് കംപ്ലീറ്റ്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ഓക്കെ, നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു WHO ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ദ ബർത്ത് വെയിറ്റ് ഇസ് ലെസ് ദാൻ. WHO പ്രകാരം ബർത്ത് വെയിറ്റ് ലെസ് ദാൻ 2500 ഗ്രാമിനെയാണ് നമ്മൾ ലോ ബർത്ത് വെയിറ്റ് ബേബി എന്നുള്ള രീതിയിൽ കേട്ടോ. വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സ്ട്രീമിൽ ലോ ബർത്ത് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എല്ലാ നോട്ട്സിലുണ്ട്. ആൻസർ ഈസ് 2500. ഓക്കെ, അടുത്ത, ഇൻക്രീസ് FSH ലെവൽ ഈസ് ഇൻ അസൂസ്പെർമാറ്റിക് മെയിൽസ് ഈസ് സജസ്റ്റീവ് വോട്ട് അല്ലെ. FSH കൂടുമ്പോൾ എന്തുണ്ടാവും, ടെസ്റ്റിക്കുലാർ അട്രോപ്പി ഉണ്ടാവും കേട്ടോ. ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് എ ചാൻസ് ഫോർ BPH കേട്ടോ. അപ്പോൾ 2 രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ FSH ഇൻക്രീസ് ചെയ്താൽ ദർ ഈസ് എ ചാൻസ് ഫോർ ടെസ്റ്റിക്കുലാർ അട്രോപ്പി കേട്ടോ. ഓൾറെഡി നോട്ടിലുള്ളതാണ്. ഓൾറെഡി നോട്ടിലുണ്ട്. ആൻസർ ഈസ് 32 ആൻസർ ഈസ് ടെസ്റ്റിക്കുലാർ അട്രോപ്പി. ഓക്കെ, നെക്സ്റ്റ് 33 നോക്കാം. എഡ്യൂക്കേഷൻ ഫിലോസഫി വിച്ച് കൺസിഡർ ദ ചേഞ്ച് ഇൻ ദ എസെൻസ് ഓഫ് ദ യൂണിവേഴ്സ് അല്ലെ. എസെൻസ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഓഫ് ദ എൻവയോൺമെന്റ് അല്ലെ. ഇറ്റ് ഈസ് നാച്ചുറൽ ഫിലോസഫി അല്ലെ. നാച്ചുറലിസം എന്ന് വിളിക്കുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്,
educational philosophy which consists of changes in the essence of the universe. അല്ലേ എന്ന് പറയുമ്പോൾ നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, നാച്ചുറലിസം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് സെയിം തന്നെ അതിൽ നിന്നുള്ള ടീച്ചിങ് മെത്തേഡ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചിങ് മെത്തേഡ് ബൈ വിച്ച് ദ സ്റ്റുഡൻറ് സ്റ്റഡീസ് ദ ഫസ്റ്റ് ഹാൻഡ് ഒബ്ജക്റ്റ് ഇൻ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അല്ലേ, അപ്പം നാച്ചുറൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുന്ന സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്ന മെത്തേഡാണ്. ഇറ്റ് ഈസ് ഫീൽഡ് ട്രിപ്പ്. കേട്ടോ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ ബിഹേവിയർ ഒബ്ജക്റ്റീവ് മോഡൽ ഓഫ് കരിക്കുലം. അല്ലേ, ദ ബിഹേവിയർ മോഡൽ ഒബ്ജക്റ്റ് ഓഫ് കരിക്കുലം എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് മോഡലാണ്. കേട്ടോ, ദ പ്രൊഡക്റ്റ് മോഡലാണ്. ദ ബിഹേവിയർ ഒബ്ജക്റ്റീവ് മോഡൽ ഓഫ് കരിക്കുലം ഈസ് ദ പ്രൊഡക്റ്റ് മോഡൽ. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോമൽ എഡ്യൂക്കേഷൻ ആണ്. അല്ലെ, ഫോമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഈസ് കോൾഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഓൺലൈനായിട്ട് വരാം, ഓഫ്ലൈനായിട്ട് വരാം. ഇറ്റ്സ് നോട്ട് ആൻ ഇൻഫോർമൽ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോമൽ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അല്ല, ഇറ്റ് ഈസ് നോട്ട് എ നോൺ ഫോമൽ. ഓക്കെ, നെക്സ്റ്റ്, the test which evaluate the individual performance given with a situation with a specific characteristics expected in the performance. അല്ല, അപ്പോൾ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ ആണ്. അല്ലെ, അപ്പം ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻ ഈസ് സിംപ്ലി കോൾ ഇറ്റ് ആസ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. കേട്ടോ, ഓൾറെഡി നമ്മുടെ നോട്ടിലുണ്ട്, റിസർച്ചിലും ഉണ്ട്, അഡ്മിനിസ്ട്രേഷനിലും നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. കേട്ടോ, അടുത്ത റിസർച്ചിലെ ക്വസ്റ്റ്യൻ പൈലറ്റ് സ്റ്റഡി. അല്ലെ, പൈലറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് എ റിസർച്ച് ഡിസൈൻ. അല്ലെ, റിസർച്ച് ഡിസൈൻ എഫക്റ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു മിനി സ്കെയിലുള്ള സ്റ്റഡിയാണ് നമ്മൾ പൈലറ്റ് സ്കെയിൽ പൈലറ്റ് സ്റ്റഡി എന്ന് വിളിക്കുന്ന. ആൻസർ ഓൾറെഡി ക്വസ്റ്റ്യനകത്തുണ്ട്. ആൻസർ ഡി ഓൾറെഡി ക്വസ്റ്റ്യൻസിൽ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അപ്രോക്സിമറ്റ്ലി 95% ഒബ്സർവ് ഇൻ ദ ലൈഫ്. അല്ലെ, അപ്പോൾ നമ്മൾ 95-ൽ +2 ആണ് വരുന്നത്. കേട്ടോ, അപ്പോൾ 95, 96, 99 എന്നൊക്കെ പറഞ്ഞ് പ്രോബബിലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ്സ് സഹിതം റിസർച്ച് നോട്ടിലുണ്ട്. ആൻസർ ഇസ് +2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഓഫ് +2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ദ ടെസ്റ്റ് യൂസ്ഡ് ഫോർ സൈമൾട്ടേനിയസ്ലി കമ്പാരിസൺ ഓഫ് മോർ ദാൻ 2 സാമ്പിൾസ്. മോർ ദാൻ 2 സാമ്പിൾസിനെ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ അനോവ മെത്തേഡ് അല്ലെങ്കിൽ T² മെത്തേഡ് ഓൾറെഡി നോട്ടിലുണ്ട്, സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് യൂസ്ഡ് ഫോർ സൈമൾട്ടേനിയസ് കമ്പാരിസൺ ഓഫ് മോർ ദാൻ 2 വേരിയബിൾ ഇസ് ആൻസർ ഇസ് T² ടെസ്റ്റ്. കേട്ടോ, ഓപ്ഷൻ ബി T² ടെസ്റ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ദർ ഇസ് എ ഡെവലപ്മെന്റ് ഓഫ് തിയറി ഫ്രം ദ അവൈലബിൾ ഡേറ്റ. അപ്പോൾ തിയറി ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് റിസർച്ച് ഓൾറെഡി നോട്ടിലുണ്ട്. ഇറ്റ് ഈസ് ബൈ ഗ്രൗണ്ടഡ് തിയറി റിസർച്ച്. കേട്ടോ, ഗ്രൗണ്ടഡ് തിയറി ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, the type of sampling usually the sample members to identify other participant meeting the same inclusion criteria for the study. അല്ലെ, അപ്പോൾ അതർ സാമ്പിൾ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഹാർഡ് ടു ലൊക്കേറ്റ് ദ സാമ്പിൾ. സാമ്പിൾ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വർക്കറിൽ നിന്നൊക്കെ സാമ്പിൾ എന്തെങ്കിലും കളക്ട് ചെയ്യും. അല്ലെ, അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് അല്ലെങ്കിൽ അതർ നെയിം ഈസ് നെറ്റ്വർക്ക് സാമ്പിളിംഗ്. കേട്ടോ, നെറ്റ്വർക്ക് സാമ്പിളിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓൾറെഡി പഠിപ്പിച്ചതാണ്, ഓൾറെഡി നോട്ടിലുണ്ട്. നെക്സ്റ്റ്, എത്തിക്കൽ പ്രിൻസിപ്പിൾ റെസ്പെക്ട് ടു നോൺ വാലിഫൻസ്. അല്ലെ, നോൺ വാലിഫൻസ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് കോസ് ഹാം ടു ദ പേഷ്യൻറ്റ്. അല്ലെ, അപ്പോൾ അവോയ്ഡ് ഹാം ടു ദ അതേഴ്സ്. ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡൊണാബിഡിയൻസ് മോഡൽ ഈസ് യൂസ്ഡ് ഇൻ. അല്ലെ, ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ മാനേജ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്തെന്ന് പറയുന്നത് ഡൊണാബിഡിയൻസ് മോഡൽ. അല്ലേ, അപ്പോൾ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെ, ഒരു ഫോർമാറ്റ് ചെയ്യും, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഇവാലുവേഷൻ നടക്കും. കേട്ടോ, അപ്പോൾ പ്രോസസ്സ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, അങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ട് വരുന്ന ക്വാളിറ്റി നഴ്സിംഗ് കെയർ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്തെന്ന് പറയുന്ന ഡൊണാബിഡിയൻസ്. കേട്ടോ, ഡൊണാബിഡിയൻസ്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, എ ബാറ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻറ്റൻഷണൽ ടോർച്ചറിങ് ആണ്. അതായത് വിത്തൗട്ട് പേഷ്യൻറ്റ് പെർമിഷൻ ടച്ച് ദ പേഷ്യൻറ്റ് ബോഡി. അല്ലേ, ദാറ്റ് ഈസ് ബാറ്ററി. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അല്ലേ, ഹെൻറി ഫയോൾ. അല്ലേ, അപ്പം ഫെഡറിക് മീൻസ് ടൈലർ. കേട്ടോ, FW ടൈലർ. FW ടൈലർ ഇസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് 14 പ്രിൻസിപ്പിൾ ആണ് പഠിക്കുന്നത്. സയൻറ്റിഫിക് ചോദിച്ചാൽ FW ടൈലർ. ഓക്കെ, ബഡ്ജറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിംഗിൾ യൂസ് ഓപ്പറേറ്റീവ് പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ്. അല്ലെ, ഓൾറെഡി ഉണ്ടായിരുന്നു, DMEയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ദ പ്രോസസ്സിംഗ് ഓഫ് മെഷറിംഗ് ദ പ്രോഡക്റ്റ് പ്രാക്ടീസ് ആൻഡ് സർവീസ് അഗെയിൻസ്റ്റ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ഓർഗനൈസേഷൻ. അല്ലെ, അപ്പം
മെഷറിംഗ് ദ പ്രോഡക്റ്റ് പ്രാക്ടീസ് ആൻഡ് സർവീസ് അഗെയിൻസ്റ്റ് ബെസ്റ്റ് പെർഫോമിംഗ് ഓർഗനൈസേഷൻ അല്ലെ. അപ്പം ബെഞ്ച് മാർക്കിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഓൾറെഡി നോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബെഞ്ച് മാർക്കിംഗ് കേട്ടോ. ബെഞ്ച് മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ പെർട്ട് ടൈം അനാലിസിസ് അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ. ദ പ്രോസസ് ഓഫ് ഡിസ്കവറിംഗ് ആൻഡ് ഐഡന്റിഫൈ ദ റിലേറ്റീവ് ഇൻഫർമേഷൻ ഓഫ് എ ജോബ്. ഒരു ജോബിനെ പറ്റിയുള്ള ജോബ്, ആ ജോബിൻ്റെ സാധ്യതകൾ അല്ലെ. ഡിസ്കവറി മീൻസ് ഡിറ്റർമിനിങ് ഓഫ് ദ ജോബ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ജോബ് അനാലിസിസ് അല്ലെ. ജോബ് അനാലിസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ലൈൻ ഓഫ് ഓർഗനൈസേഷൻ കേട്ടോ. അപ്പോൾ ലൈൻ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഫ്ലോ ഫ്രം ടോപ്പ് ടു ഇതായിരിക്കും. യൂണിറ്റി ഓഫ് കമാൻഡ് കാണും. ടോപ്പ് അതോറിറ്റി എന്ത് കമാൻഡ് വരുന്നാലും അത് അപ് ടു ബോട്ടം വരെ അത് ഫോളോ ചെയ്യും. അതുപോലെ ഡിവിഷൻ ഓഫ് വർക്ക് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷനും ഉണ്ട്, അതും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മേജർ ഡിസിഷൻ ഇസ് ടേക്കൺ ബൈ ടോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ അല്ല. ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡിസിഷൻസ് പല ലൈൻ ഓഫ് അതോറിറ്റി മെമ്പേഴ്സും എടുക്കും, ഒരിക്കലും ടോപ്പ് മെമ്പേഴ്സ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മേജർ ഡിസിഷൻ ആർ ടേക്കൺ ബൈ ടോപ്പ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലൈൻ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ. നെക്സ്റ്റ്, ഓൾറെഡി ഉള്ളതാണ്, പഠിപ്പിച്ചതാണ്, അഡ്മിനിസ്ട്രേഷൻ നോട്ട്സിൽ കിടപ്പുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, the process of negotiation between the employer and group of employees aimed at the regulating working conditions അല്ലെ. ഇപ്പോൾ വർക്കിംഗ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്സ് ഉണ്ട്, അതിൽ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് ബാർഗൈനിങ് കേട്ടോ. ഇപ്പോൾ സ്ട്രൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. സ്ട്രൈക്ക് അതുപോലെ തേർഡ് പാർട്ടി ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇഷ്യൂസ് വർക്കിംഗ് കണ്ടീഷനിലുള്ള ആസ് പെർ കോൺട്രാക്ട് അല്ലെങ്കിൽ ബിയോണ്ട് ദ കോൺട്രാക്ട് അല്ലെ. കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കോൺട്രാക്റ്റിനേക്കാൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. അപ്പോൾ അതെല്ലാം പഠിപ്പിച്ചതാണ്. എനിവേ അഡ്മിനിസ്ട്രേറ്റീവ് നോട്ടിലുണ്ട്. ആസ് ആൻസർ ഈസ് കളക്റ്റീവ് ബാർഗൈനിങ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം, ദ ടൈപ്പ് ഓഫ് നേഴ്സിംഗ് കെയർ ഡെലിവറി സിസ്റ്റം വെയർ സിംഗിൾ നേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പേഷ്യൻസ് കെയർ ത്രൂ ഔട്ട് ഈ സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ നേഴ്സ് ഫുൾ ടൈം 24 hours കെയർ കൊടുക്കുന്നു അല്ലെ. ഹോം കെയർ നേഴ്സിംഗ് ഈസ് കോൾഡ് പ്രൈമറി നേഴ്സിംഗ് കേട്ടോ. അപ്പോൾ അതെല്ലാം പഠിപ്പിച്ചതാണ്. ഫങ്ഷണൽ കേസ് മെത്തഡ്, ടീം മെത്തേഡ് എല്ലാം നോട്ട്സിലുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, which among the following is not a true about surfactant അല്ലെ. സർഫക്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്ത് ചെയ്യുന്നു, ഒരു ലിപ്പിഡ്സ് പ്രോട്ടീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ലങ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 2 അല്ലെ. ടൈപ്പ് 2 സെൽസ്, ക്യൂബോയിഡൽ സെൽസ് ലങ്സിൽ സെക്രീറ്റ് ചെയ്യുന്നു. എനിവേ അത് എന്ത് ചെയ്യുന്നു, ലങ്സ് കംപ്ലൈൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഡിക്രീസസ് ദ ലങ് കംപ്ലൈൻസ് അല്ല അല്ലെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് നോട്ട് ട്രൂ അല്ലെ. അതുപോലെ സർഫക്റ്റൻഷൻ ഓഫ് ദ ആൽവിയോള കുറയ്ക്കുന്നു, അതുപോലെ ആൽവിയോള കൊളാപ്സ് ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നു, അതുപോലെ ലങ്സിന്റെ കംപ്ലൈൻസ് ഇൻക്രീസ് ചെയ്യുന്നു. കംപ്ലൈൻസ് മീൻസ് ലങ്സ് വർക്കിംഗ് നോർമലി അല്ലെ. അപ്പോൾ അത് എന്നും ഒരിക്കലും അത് ഡിക്രീസ് ചെയ്യത്തില്ല. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് സിംഗിൾ മാസ് ഓഫ് ലിംബോയിഡ് ടിഷ്യൂസ് ഇൻ ദ ബോഡി അല്ലെ. ലിംബോയിഡ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഓൺലി ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ലിംബോയിഡ് ഓർഗൻ ഈസ് ഇൻ അവർ ബോഡി ഈസ് സ്പ്ലെയിൻ കേട്ടോ. ഓപ്ഷൻ ബി സ്പ്ലെയിൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. സോറി, ഓപ്ഷൻ സി സ്പ്ലെയിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് അമൗണ്ട് ദ ഫോളോയിങ് ഈസ് ഹിഞ്ച് ജോയിന്റ് അല്ലെ. ഹിഞ്ച് ജോയിന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് എൽബോ ജോയിന്റിനാണ് നമ്മൾ ഹിഞ്ച് ജോയിന്റ് എന്ന് ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, കോണ്ടൈലോഡ് അങ്ങനെ പറഞ്ഞ് ജോയിന്റ്സിൻ്റെ തന്നെ ഒരു 7 ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക പരീക്ഷകളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിവേ ആൻസർ ഈസ് ഓപ്ഷൻ എ കേട്ടോ. എൽബോ ജോയിന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following area of the brain is concerned with the interpretation of speech അല്ലെ. ഇന്റർപ്രിട്ടേഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ഏരിയ ബിറ്റ്വീൻ ടെമ്പറൽ ആൻഡ് പരേറ്റൽ ഏരിയ ഓഫ് ലോബ് ഓഫ് ദ സെറിബ്രം, ദാറ്റ് ഏരിയ ഈസ് കോൾഡ് വെർണിക്സ് ഏരിയ അല്ലെ. വെർണിക്സ് ഏരിയ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നോർമൽ പ്ലാസ്മ ഓസ്മോളാരിറ്റി അല്ലെ. ഓസ്മോളാരിറ്റി നമ്മൾ പറയുന്ന മില്ലി ഓസ്മോളാരിറ്റി പെർ ലിറ്റർ ആണ് പറയുന്നത്. അറൗണ്ട് 290 അല്ലെ. 280 to 295 കിട്ടുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ട. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഓസ്മോളാലിറ്റി എല്ലാം നോട്ട്സിലുണ്ട്, ഓൾറെഡി പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, പ്രസൻസ് ഓഫ് ഡിസീസ് കോൺസ്റ്റന്റ്ലി ഇൻ എ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് എൻഡമിക് എന്ന് വിളിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, ആന്ത്രോപോയിഡ് ബോൺ ഡിസീസ് കേട്ടോ. ബാക്ടീരിയൽ ഉണ്ട്, വൈറസ് ഉണ്ട് അല്ലെ, ആർത്രോപോഡ് ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഓഫ് ആർത്രോപോഡ് ബോൺ ഡിസീസ് ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് വെച്ച് എക്സാമ്പിൾ ഈസ് ലീഷ്മാനിയാസിസ് കേട്ടോ. ലീഷ്മാനിയാസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, ദ സീൽ നിൽസൺ സ്റ്റെയിൻ അല്ലെ. സീൽ നിൽസൺ സാധാരണ നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാസിലസ് ആണ്, അല്ലെങ്കിൽ മൈക്രോ ബാക്ടീരിയം ലെപ്ര അല്ലെങ്കിൽ മൈക്രോ ബാക്ടീരിയം ബാസിലസ് അല്ലെ. അപ്പോൾ അവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബി, ട്യൂബർക്കിൾ ബാസിലസും ലെപ്ര അല്ലെ. ഇവിടെ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ പ്രിൻസിപ്പൽ സൈറ്റ് ഓഫ് റെസ്പിറേറ്ററി എൻസൈംസ് ഓഫ് ബാക്ടീരിയ അല്ലെ. റെസ്പിറേറ്ററി എൻസൈം ഓഫ് ബാക്ടീരിയ ഓൾറെഡി നോട്ടിലുണ്ടാണ് മീസോസൈം അല്ലെ. മീസോസൈം വെച്ചിട്ടാണ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നത്, റെസ്പിറേഷൻ നടത്തുന്നത്. ഓക്കെ. ഓൾറെഡി പഠിപ്പിച്ചതാണ്, നോട്ടിലുണ്ട്. ഓക്കെ. നെക്സ്റ്റ്,
വിച്ച് among the following is an example of catatonic surface active agent? ഓൾറെഡി നോട്ടിലുള്ളതാണ്. കാറ്ററ്റോണിക് സർഫസ് ഏജന്റ് എന്ന് പറയുമ്പോൾ കോട്രേഡിയം അമോണിയം കോമ്പൗണ്ട്. ദാറ്റ് ഈസ് ആൻസർ ഈസ് സെൻട്രിമൈഡ് അല്ലേ. സെൻട്രിമൈഡ് ഈസ് കോട്രോണിയം അമോണിയം കോമ്പൗണ്ട് അല്ലേ. ഓപ്ഷൻ സി സെൻട്രിമൈഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ മൈക്രോബയോളജി നോട്ടിൽ കിടപ്പുണ്ട്. മൈക്രോബയോളജി നോട്ട്സിൽ ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. എ മാൻ കൺസ്യൂംസ് ആൽക്കഹോൾ ബട്ട് ഹി ടീച്ചസ് അബൌട്ട് ദ ബെനിഫിറ്റ് ഓഫ് അബ്സ്റ്റൈൻസ് ഫ്രം ആൽക്കഹോൾ, ദ ഡിഫൻസ് മെക്കാനിസം അല്ലേ. ഇവിടെ പേഷ്യൻ്റ് ഓൾറെഡി അത് ആൽക്കഹോളിക് പേഷ്യൻ്റ് ആണ്. പക്ഷേ ആ പേഷ്യൻ്റ് എന്താണ് ചെയ്യുന്നത്? ആൽക്കഹോളിക്സിനെ പറ്റി ടീച്ച് ചെയ്യുന്നു. അത് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാം അല്ലേ. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിയാക്ഷൻ ഫോർമേഷൻ അല്ലേ. ഒരു നോർമൽ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഡീൽ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിയാക്ഷൻ ഫോർമേഷൻ അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് ആൽക്കഹോളിക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിയാക്ഷൻ ഫോർമേഷൻ കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B is the correct answer. Okay, next. The nursing intervention that is inappropriate for 73-year-old woman who is having dementia. But dementia patient കെയർ ചെയ്യുമ്പോൾ അവർക്ക് ഫെമിലിയർ സിറ്റുവേഷൻസിൽ കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻറ്റ് വിത്ത് ഡിക്രീസ് സ്റ്റിമുല, അതുപോലെ ലോങ് ആയിട്ടുള്ള റെസ്റ്റ് പീരീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എവിടെ കൊടുക്കണം കേട്ടോ. അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ അവോയ്ഡ് അൺഫെമിലിയർ സിറ്റുവേഷൻസ് അല്ലേ. അപ്പം അവോയ്ഡ് അൺഫെമിലിയർ സിറ്റുവേഷൻസ് കൊടുക്കും. പ്രൊവൈഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സ് കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ എൻവയോൺമെന്റ് വിത്ത് ഹൈ സ്റ്റിമുലേ കേട്ടോ. എൻവയോൺമെന്റ് വിത്ത് ഹൈ സ്റ്റിമുലേ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രൊവൈഡ് ആൻ എൻവയോൺമെന്റ് വിത്ത് ഹൈ സ്റ്റിമുലേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. ലോ സ്റ്റിമുലസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവർക്ക് സൺ ഡൗൺ സിൻഡ്രോംസ് ഒക്കെ വരും എന്ന് കഴിഞ്ഞാൽ ദർ ഈസ് എ ചാൻസ് ഫോർ സീഷർ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെന്റ് ഈസ് പ്രൊവൈഡ് ഫോർ ദ dementia patient. Okay, when a girl told about the death of her mother, she shows no emotional expression. Then the range of but no emotion എന്ന് പറയുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ബ്ലണ്ട് ആയിട്ടുള്ള ദർ ഈസ് അൻ അഫക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ നോ ഇമോഷണൽ എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഇമോഷണൽ അല്ലേ. ഇവിടെ ലിറ്റിൽ അല്ല, നോ ഇമോഷണൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ബ്ലണ്ട് അഫക്റ്റ് കേട്ടോ. ബ്ലണ്ടഡ് അഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഫ്ലാറ്റ് അല്ല, ബ്ലണ്ടഡ് അഫക്റ്റ് കേട്ടോ. ഓപ്ഷൻ എ ബ്ലണ്ട് അഫക്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A teacher presents the subject using effective and interesting teaching method and thus the learner develop a positive attitude towards the subject. This is based on അല്ലേ. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആഫ്റ്റർ എ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഒപ്പാരന്റ് കണ്ടീഷൻസ് അല്ലേ. ഈ സിസ്റ്റമാറ്റിക്കൽ ബേസിൽ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലേ. ഇവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് റിവാർഡ് അല്ലേ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിപ്പിച്ച് ഓൾറെഡി തന്നെ സൈക്കാട്രിക് നോട്ടിലുള്ളതാണ്. നെക്സ്റ്റ്. According to Sigmund Freud, a person experiencing homosexuality in the fixation occurs in the developmental stage. അല്ലേ, അവിടെ ഫ്രോഡ്സിൻ്റെ ഇതെടുക്കുമ്പോൾ നമുക്ക് ഫാലിക് സ്റ്റേജ് കേട്ടോ. ഫാലിക് സ്റ്റേജ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. 69. A client is aware of the adverse effect of smoking but the continues the habit he is having അല്ലേ. എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് അറിയാം സ്മോക്കിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലേ. എങ്കിലും മൈൻഡ് എന്ത് ചെയ്യുന്നു? തിങ്ക് ചെയ്യുന്നു വ്യത്യസ്തമായിട്ട് അല്ലേ. അതിൻ്റെ ഡീമെറിറ്റും എന്ത് ചെയ്യുന്നു? തിങ്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? പേഷ്യൻറ്റിന് സ്മോക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഹാമാണെന്ന് അറിയാം, എന്നിരുന്നാലും തിങ്കിങ്ങിൽ അതെന്ത് ചെയ്യുന്നു? അതിനെതിരെ, അതായത് സ്മോക്കിംഗ് നിർത്താൻ പറ്റുന്നില്ല, വീണ്ടും എന്ത് ചെയ്യുന്നു? അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പേഷ്യൻ്റ് വീണ്ടും സ്മോക്കിങ്ങിലോട്ട് പോകുന്നു. അതിനെ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം സെയിം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോഗ്നിറ്റീവ് കൺസോണൻസ്. ഓക്കെ, ഇവിടെ കറക്റ്റാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് കോഗ്നിറ്റീവ് ഡിസോണൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇത് പഠിപ്പിക്കാത്ത പോയിന്റ് ആണ്. ഇനി സൈക്കോളജിയുടെ ക്ലാസ് പുതിയ ബാച്ചിന് വരുമ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്യും കേട്ടോ. ഈ ടോപ്പിക്സ് ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. A person has good knowledge about his own emotions and is often involved in self-reflection according to Howard Gardner to have a predominantly അല്ല. അപ്പോൾ ഇൻ്റലിജൻസ് ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് എ പേഴ്സൺ ഹാസ് ഗുഡ് നോളജ് അബൌട്ട് ഹിസ് ഓൺ ഇമോഷൻസ് ആൻഡ് ഈസ് ഓഫ്റ്റൻ ഇൻവോൾവ് ഇൻ സെൽഫ് റിഫ്ലക്ഷൻ അക്കോർഡിംഗ് ടു ദ സീംസ് ടു ഹാവ് പ്രീഡോമിനൻലി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് അല്ലെ, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതൽ ചിന്തിക്കുന്നു. ഓൺ ഇമോഷൻസ് അല്ലെ ഇൻവോൾവ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കേട്ടോ. ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസിൻ്റെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ ഉണ്ട്, നാച്ചുറലിസ്റ്റ്, കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിവേ ഇൻ്റലിജൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, സൈക്കോളജിയിൽ വരുന്നതാണ്. ഇനിവേ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി മോട്ടീവ്സ്? ഓൾറെഡി സോഷ്യോളജി പഠിപ്പിച്ചതാണ്, അതുപോലെ സൈക്കോളജിയിലും പഠിപ്പിക്കുന്നതാണ്. മോട്ടീവ്സ്, സെക്കൻഡറി മോട്ടീവ് എന്ന് പറയുന്നത് ഫോർ ഈസ് എ അച്ചീവ്മെന്റ് മോട്ടീവ് അല്ല. DHS DME ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടായിരുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് ആന്റിനേറ്റൽ കെയർ ടു എ മദർ ഈസ് മെഷർ ഫോർ പ്രിവെന്റിംഗ് ദ മെന്റൽ ഇൽനെസ്. ദിസ് ഈസ് അപ്രോച്ച് അല്ലെ. അപ്പോൾ ആന്റിനേറ്റൽ കെയർ കൊടുത്തുകൊണ്ട് മെന്റൽ ഇൽനെസ് ഭാവിയിലേക്ക് കുറയ്ക്കുന്നു അല്ലെ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെ. അപ്പം ദാറ്റ് ഈസ് പ്രൈമറി പ്രിവെൻഷൻ അല്ലെ. അപ്പം ഗുഡ് ആന്റിനേറ്റർ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ആന്റിനേറ്റൽ പോസ്റ്റ്നേറ്റൽ അല്ലെ, പോസ്റ്റ്നേറ്റൽ കഴിഞ്ഞ ശേഷം അത് കൊണ്ട് വരുന്ന മെൻ്റൽ ഇൽനെസ് എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യാൻ പറ്റി അല്ലെ. അപ്പോൾ ദാറ്റ് ഈസ് പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ നേഴ്സിംഗ് ഇന്റർവെൻഷൻ ദാറ്റ് വുഡ് ബി ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ എ ക്ലയന്റ് ഹു ആർ സിവിയർലി വിഡ്രോൺ അല്ലെ. സിവിയർലി വിഡ്രോൺ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം? അലോ ദ പേഷ്യൻറ്റ് ടൈം ടു റെസ്പോണ്ട്. അവർക്ക് ടൈം കൊടുക്കണം, സ്ലോ ആയിരിക്കും, സിമ്പിൾ ആൻഡ് കോൺക്രീറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. അതുപോലെ അവരുടെ സെൽഫ് എസ്റ്റീമിന് പ്രൊട്ടക്ഷൻ നൽകണം അല്ലെ. എൻകറേജ് ആക്ടിവിറ്റീസ് ദാറ്റ് റൈസ് ദ സെൽഫ് എസ്റ്റീം അല്ലെ. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഒരിക്കലും നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുക. ഒരിക്കലും ഡയറക്റ്റ് മാത്രമല്ല വരുന്നത്. എനിവേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ദ പേഷ്യൻ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, 2 persons of different country decide to marry and they learn own culture as well as other groups culture. This type of socialization is restored അല്ലെ. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ 2 persons of different country decide to marry. മാരി എന്ന് പറയുമ്പോൾ അവിടെ ഫാമിലി ഫോം ചെയ്തു അല്ലെ. അപ്പം ഫാമിലി ഫോം ചെയ്താൽ ദ ഗ്രൂപ്പ് ഈസ് പ്രൈമറി സോഷ്യലൈസേഷൻ അല്ലെ, പ്രൈമറി ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ്, which interaction between people occurs? Usually there will be integration of attitudes and goals, but this process of assimilation is hindered by അല്ലെ. അപ്പോൾ അസിമിലേഷൻ ഹിൻഡേഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ അമാൽഗമേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അമാൽഗമേഷൻസ്. ഓക്കെ, the interaction between people occurs usually there will be integration of attitudes and goals അല്ലെ. അപ്പോൾ അതായത് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് ഉള്ള മെമ്പേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തു അല്ലെ. അപ്പോൾ അതായത് 2 ഗ്രൂപ്പുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് അവിടെ പുതിയൊരു ഗ്രൂപ്പ് വന്നു അല്ലെ. അപ്പോൾ അവരിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് 2 ഗ്രൂപ്പിലുള്ളവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് ഇത് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആ പഴയ സ്വഭാവങ്ങളും പഴയ ആറ്റിറ്റ്യൂഡ്സും എല്ലാം മാറ്റി വെച്ച് കൊണ്ടുവന്നു അല്ലെ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമാൽഗമേഷൻസ് കേട്ടോ. പഠിപ്പിച്ചതല്ല, എനിവേ സോഷ്യോളജി വരുമ്പോൾ ആഡ് ചെയ്യേണ്ട ടോപ്പിക്കാണ് അസിമിലേഷനും അമാൽഗമേഷനും കേട്ടോ. നല്ലൊരു പോയിന്റാണ്. നെക്സ്റ്റ്, ദ ചൈൽഡ് ലേൺസ് ആൻഡ് അച്ചീവ്സ് കോമ്പിറ്റൻസി ഹിസ് കൾച്ചർ ആൻഡ് ഇന്റേണലൈസ് ദം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് അല്ലെ. അപ്പം കൾച്ചർ പഠിച്ചെടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ദ ചൈൽഡ് ലേൺസ് ആൻഡ് അച്ചീവ് കോമ്പിറ്റൻസി ഇൻ ഹിസ് കൾച്ചർ ആൻഡ് ഇന്റേണലൈസ് അല്ലെ. കൾച്ചർ പഠിച്ചെടുക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? സിംപ്ലി കോൾ ഇറ്റ് ആസ് അക്കൾച്ചറേഷൻ കേട്ടോ. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓൾറെഡി അടുത്ത ബാച്ചിന് ഇനി പഠിപ്പിക്കുമ്പോൾ പറയും. സോഷ്യോളജിയിലുള്ളതാണ്. അക്കൾച്ചറേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When giving a proverb, an apple a day keeps the doctor away. The client replies that if we have apple, doctor will not come. This type of thinking അല്ലെ. അതായത് നോർമലി തിങ്ക് ചെയ്യാണ്. ദ ഗിവൻ proverb apple a day keeps the doctor away അല്ലെ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കി. ദാറ്റ് ഈസ് ആപ്പിൾ ഡോക്ടർ വിൽ നോട്ട് കം അല്ലെ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് അതിനെ മനസ്സിലാക്കിയെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോൺക്രീറ്റ് തിങ്കിങ് അല്ലെ. ബ്രീഫായിട്ട് ഒന്ന് മനസ്സിലാക്കിയെടുത്തു അല്ലെ. അതിനെ എലാബറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അത് കൺസെപ്ച്വൽ തിങ്കിങ് ആയിട്ട് മാറി അല്ലെ. ഇനിയും വളരെ വ്യത്യസ്തമായ രീതിയിലൂടെ ഒക്കെ തിങ്ക് ചെയ്താൽ ദാറ്റ് ഈസ് റിഫ്ലക്റ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്സ് അല്ലെ, ഇൻ്റലിജൻസ് രീതിയിൽ തിങ്ക് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത് തിങ്കിങ്ങിൻ്റെ ടൈപ്സ് ആണ്. അത് നമുക്കിനി പഠിക്കാനുള്ളതാണ്. എനിവേ ദ കറക്റ്റ് ആൻസർ ഈസ് കോൺക്രീറ്റ് തിങ്കിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 78. A female presents with sudden onset of paralysis of the upper extremities. Detailed physical examination does not reveal any neurological medical condition. The nurse should suspect the case of അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പാരാലിസിസോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പേഷ്യൻ്റെ അടുത്തെത്തി പേഷ്യൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഒരു ന്യൂറോളജിക്കൽ മെഡിക്കൽ എവിഡൻസ് കിട്ടിയില്ല. ദാറ്റ് ഈസ് ലാബെല്ല ഇൻഡിഫറൻസ് അല്ലേ. അപ്പോൾ ലാബെല്ല ഇൻഡിഫറൻസിൽ നമ്മൾ വരുന്ന ഇസ് എ ടൈപ്പ് ഓഫ് കൺവേർഷൻ ഡിസോർഡർ കേട്ടോ. കൺവേർഷൻ ഡിസോർഡറിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് ലാബെല്ല ഇൻഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഓൾറെഡി പഠിപ്പിച്ചതാണ്, നോട്ടിലുണ്ട്. During the working phase, the nurse-patient relationship, the patient exhibit irrational behavior and remain silent during conversation. This indicates that she is showing അല്ലേ. അപ്പോൾ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൽ ഓറിയൻറ്റേഷൻ ഫേസ് വന്നപ്പോൾ പേഷ്യൻ്റ് ആൻസൈറ്റി അല്ലേ, പേഷ്യൻ്റ് ഫിയർ, ആൻസൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നേഴ്സിനോട് എന്ത് ചെയ്യുന്നില്ല, ആ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ ആക്ച്വലായിട്ടുള്ള ഡേറ്റ നേഴ്സിന് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ്
സ്റ്റേജിന് നമ്മൾ തെറാപ്യൂട്ടിക് ബാരിയേഴ്സ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനിൽ ആൻസർ വരുന്നതാണ്. റെസിസ്റ്റൻസ് നല്ലതുപോലെ ഫണ്ടമെന്റൽസിൽ പഠിപ്പിച്ചതാണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, റെസിസ്റ്റൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. When giving care to a client experiencing emotional of acute anxiety, the inappropriate nursing interventions. When giving client with experiencing mid-level acute anxiety, the inappropriate. ഇപ്പോൾ ആൻസൈറ്റി ഉള്ള പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ സൈലൻ്റ് ആയിട്ട് ഇരുത്തുക, അവരായിട്ട് കൂടുതൽ ടോക്ക് ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ അവരെ യോഗ, എക്സസൈസ്, റിലാക്സേഷൻ ടെക്നിക്സ്, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്സിലോട്ടൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ് കോപ്പിംഗ് മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതുപോലെ അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ, കൂടുതൽ ടോക്കൊക്കെ നിർത്തി അവർക്ക് സൈലൻ്റ് ആയിട്ട് വിടുക. അതുപോലെ അവരെ പ്രോബ്ലം സോൾവിങ്ങിന് എൻകറേജ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ളതൊക്കെ വരും. ഒരിക്കലും നമ്മൾ നോൺ വെർബൽ ലാംഗ്വേജ് നെവർ യൂസ് ഫോർ ആൻസൈറ്റി പേഷ്യൻസ് കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് ഓൺ ദ സൈക്കാട്രിക് നോട്ട്. ഓക്കെ, നെക്സ്റ്റ്. വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വെൻ എ ക്ലയന്റ് എക്സ്പീരിയൻസിങ് ഹാലൂസിനേഷൻ, ദ അപ്രോപ്രിയേറ്റ് നേഴ്സിംഗ് ഇന്റർവെൻഷൻസ്. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ സൈക്കോസിസ്. ഹാലൂസിനേഷൻ എന്താണെന്നുള്ളത് അവരെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആസ്ക് ദ പേഷ്യന്റ് ഡയറക്ട്ലി അബൌട്ട് ദ ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, പറയാൻ പറയുക. എഫക്റ്റീവ്ലി ഡയറക്റ്റ് ആസ്ക് ദ പേഷ്യന്റ് ഡയറക്ട്ലി അബൌട്ട് ഹാലൂസിനേഷൻ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെർവ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ഐ. LR6 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സിക്സ്ത് ക്രേനിയൽ നെർവ് ഈസ് അബ്ഡ്യൂസെന്റ്. അബ്ഡ്യൂസെന്റ് ഈസ് ദ സിക്സ്ത് ക്രേനിയൽ നെർവ്. ഓൾറെഡി പഠിപ്പിച്ചതല്ല, നോട്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ദ ബെസ്റ്റ് പൊസിഷൻ ഫോർ ഡിറ്റർമിനിങ് ദ മർമർ ഓഫ് ദ ഹാർട്ട് കേട്ടോ. മർമർ ഓഫ് ദ ഹാർട്ട് പഠിപ്പിച്ചതല്ല, ജസ്റ്റ് ആഡ് ചെയ്തോ നോട്ടിനകത്ത്. ഞാൻ പറഞ്ഞ ഇനി കാർഡിയോളജിയിലെ ടോപ്പിക്സിൽ വരുമ്പോൾ ഞാൻ ആഡ് ചെയ്യാം. എനിവേ മർമർ എടുക്കുന്ന സുപ്പൈൻ പൊസിഷനാണ് ഹെഡ് എലിവേറ്റഡ് ഫോർ 30 ഡിഗ്രി കേട്ടോ. 30 ഡിഗ്രി ഹെഡ് എലിവേറ്റ് ചെയ്തിട്ടുള്ള ICPയുടെ ഒരു പൊസിഷനിൽ തന്നെയാണ് ഹാർട്ടിൻ്റെ മർമർ നോക്കുന്നത്. അപ്പോൾ സുപ്പൈൻ പൊസിഷൻ വിത്ത് ഹെഡ് ആൻഡ് എലിവേറ്റഡ് 30 ഡിഗ്രി കേട്ടോ. അതാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ correct answer. Okay, next question number 85. The temperature which maximum vasoconstriction occurs while applying cold applications maximum vasoconstriction കൊടുക്കുന്ന എന്ന് നമ്മൾ പറയുമ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. പഠിപ്പിച്ചില്ല, ജസ്റ്റ് ആഡ് ചെയ്ത നോട്ടിൽ 15 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ കോൾഡ് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് ഫാരൻഹീറ്റിലാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ 9C 5 ഫിംഗർ 160 എന്ന് പറയുന്ന ഇക്വേഷൻസ് വെച്ച് എന്ത് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്തെടുക്കുക. ആൻസർ ഇസ് 15C കേട്ടോ. 15C ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. Which among the following statement is incorrect while assessing fluid volume deficit കേട്ടോ. അപ്പോൾ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിൽ നമ്മൾ 1 കിലോഗ്രാം ലോസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ അറൗണ്ട് 1.5 ലിറ്റർ ലോസ് ആണ് കേട്ടോ. അതല്ലെങ്കിൽ അതിൻ്റെ പകുതി 1 കിലോയ്ക്ക് പകരം 0.5 kg എന്ന് പറയുമ്പോൾ അറൗണ്ട് 700 to 800 ml ലോസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 500 ml കേട്ടോ. അപ്പോൾ ഡിക്രീസ് ബോഡി ടെമ്പറേച്ചർ ഇഫ് നോ ഇൻഫെക്ഷൻ അപ്പോൾ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവാം, സ്ട്രോക്ക് ആണ് ഹൈപ്പോ ടെൻഷൻ, ഹൈപ്പോതെർമിയ. അപ്പം ഡിക്രീസ് ബോഡി ടെമ്പറേച്ചർ കറക്റ്റ് ആണ്. ഡിക്രീസ് BP സിസ്റ്റോളിക്കും BP 20ൽ കുറഞ്ഞാലും 10 ആയി. എനിവേ ഹൈപ്പോ ടെൻഷൻ ആൻഡ് ഹൈപ്പോതെർമിയ അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലൂയിഡ് ലോസിൻ്റെ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എനിവേ അക്യൂട്ട് ലോസിൽ 0.5 kg റെപ്രസെൻറ്റ് അറൗണ്ട് 700 to 800 ml ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ദ ബെസ്റ്റ് സൈറ്റ് ഫോർ അസസിങ് ദ ടിഷ്യൂ ടർഗർ ടിഷ്യൂ ടർഗർ നമ്മൾ സ്കിന്നിൽ നോക്കാറുണ്ട്. പിഞ്ചിങ് ഓഫ് ദ ആം ആമിൽ ഫോർ ആം പിഞ്ച് ചെയ്തിട്ടൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫോർ ആം പിഞ്ചിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സ്റ്റേജ് 3 പ്രഷർ അൾസർ എന്താണെന്ന് നോക്കുന്നത്. സ്റ്റേജ് 3 ആകുമ്പോൾ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ലോസ് അവിടെ ഓപ്പൺ ലീഷൻസ് വിത്ത് ഫുൾ തിക്നെസ് വൂണ്ട് വിത്ത് വിസിബിൾ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. 4 ആകുമ്പോൾ എക്സ്റ്റെൻഡഡ് ടു ഫേഷ്യ ആൻഡ് ബോൺ ഫേഷ്യ മസിൽ, ഫേഷ്യ, ബോൺ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദ ബെസ്റ്റ് പൊസിഷൻ ടു അസസിങ് ദ ബ്ലഡ് പ്രഷർ ഇൻ ദ ലോവർ എക്സ്ട്രീമിറ്റീസ് അപ്പോൾ തൈല BP അസസ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് പ്രോൺ പൊസിഷനാണ് പ്രോൺ പൊസിഷനിൽ എടുക്കും. അവിടെ എന്ത് ചെയ്യും, ഡോർസാലിസ് പീഡിസ് ഒക്കെ എന്ത് ചെയ്യും, പൾസ് എന്ത് ചെയ്യും നോക്കും കേട്ടോ. അപ്പം എനിവേ നമ്മൾ BP ഓൺ ദ ലോവർ ലെഗ് എടുക്കേണ്ടത് എപ്പോഴും പ്രോൺ പൊസിഷനാണ് കേട്ടോ. പ്രോൺ പൊസിഷനാണ്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തുതരാം. ഫസ്റ്റ് ഫണ്ടമെന്റൽസിൻ്റെ നോട്ടിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തുതരാം. ലോവർ എക്സ്ട്രീമിറ്റീസ് BP മെഷർ ബൈ പ്രോൺ പൊസിഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇന്റർവെൻഷൻ ഈസ് ഇൻകറക്റ്റ് വൈൽ അഡ്മിനിസ്ട്രിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എപ്പോൾ വേണമെങ്കിലും ബ്ലഡ് സ്റ്റാർട്ട് ചെയ്ത് നടക്കാം. അതുകൊണ്ട് ഫസ്റ്റ് 15 minutes സ്റ്റേ ഓൺ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ
ഏരിയ അല്ലേ. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത പേഷ്യൻറ്റിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് 15 മിനിറ്റ്സ് 1 നേഴ്സ് സ്റ്റേ ചെയ്യണം. എവറി 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ആ ഫസ്റ്റ് 15 മിനിറ്റ്സ് പിന്നെ 30 മിനിറ്റ്സ് പിന്നെ 1 അവർ അങ്ങനെ രീതിയിൽ വൈറ്റൽസ് മോണിറ്റർ ചെയ്യണം. എനിവേ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അസസ് ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ 50 മിനിറ്റ്സ് ആഫ്റ്റർ ദ ഇൻഫ്യൂഷൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ തെറ്റാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ തൊട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇൻവെസ്റ്റ് നെക്സ്റ്റ് 24 hours വരെ എനി ടൈം ദർ ഈസ് എ ചാൻസ് ഫോർ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ദർ ഈസ് എ അക്യൂട്ട് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കേട്ടോ. സ്റ്റാർട്ട് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വിത്തിൻ 30 മിനിറ്റ്സ് ഓഫ് റിസീവിംഗ് ലാബ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. പ്രൈം ദ അഡ്മിനിസ്ട്രേഷൻ സെറ്റ് വിത്ത് നോർമൽ സലൈൻ കറക്റ്റ് ആണ്, കാരണം പ്രൈം ചെയ്യാൻ പറ്റും. നോർമൽ ബ്ലഡ് സെറ്റ് എന്ത് വെച്ച് സലൈൻ വെച്ച് പ്രൈം ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ കംപ്ലീറ്റ് ദ ട്രാൻസ്ഫ്യൂഷൻ വിത്തിൻ 4 hours ടു പ്രിവെൻറ്റ് ആട്ടോ കണ്ടാമിനേഷൻ കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റോട്ട് നമുക്ക് വരാം. വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹൈപ്പോമഗ്നീഷ്യമia കേട്ടോ. ഹൈപ്പോമഗ്നീഷ്യമia എന്ന് പറയുമ്പോൾ നമ്മൾ മസിൽ വീക്ക്നെസ് ആണ് പറയുന്നത്. അപ്പോൾ സോഡിയം മഗ്നീഷ്യം ഈ രണ്ട് കാര്യങ്ങൾ നെർവ് കണ്ടക്ടിവിറ്റി അല്ലെ, ന്യൂറോ മസ്കുലാർ ഇറിറ്റബിലിറ്റി വരുന്നു, ഹൈപ്പോടെൻഷൻ മസിൽ വീക്ക്നെസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് എന്ത് റിലേഷനില്ല, മഗ്നീഷ്യത്തിന് റിലേഷൻ കുറവാണ് കേട്ടോ. അപ്പോൾ മസിൽ വീക്ക്നെസ്, hypotension, neuromuscular irritability are the characteristics of hypomagnesemia. Okay. ഇലക്ട്രോലൈറ്റ് വരുന്നുണ്ട്, കിഡ്നി പഠിക്കുന്ന കൂട്ടത്തിൽ പഠിപ്പിക്കും. ന്യൂറോമസ്കുലർ ഇറിറ്റബിലിറ്റി, ഹൈപ്പോടെൻഷൻ ആൻഡ് മസിലർ വീക്ക്നെസ്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് വൈൽ അഡ്മിനിസ്ട്രിങ് ഓയിൽ റിട്ടൻഷൻ എനിമ കേട്ടോ. ഓയിൽ റിട്ടൻഷൻ എനിമ എന്ന് പറയുമ്പോൾ സാധാ റിട്ടൻഷൻ എനിമ 30 മിനിറ്റ്സ് എടുക്കുമെങ്കിൽ ഓയിൽ റിട്ടൻഷൻ എനിമ മാക്സിമം 5 മിനിറ്റ്സ് അല്ലെ 5 to 15 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ടു റിട്ടേൺ ദ എനിമ ഫോർ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് റോങ് ആണ്. 5 മിനിറ്റ്സ് മതി കേട്ടോ, 5 to 15 മിനിറ്റ്സ് മതി. അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. സ്മോൾ റെക്ടർ ട്യൂബാണ് ഓയിൽ എനിമയിൽ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ വാണിംഗ് ദ എനിമ മേക്സ് ദ ഡെഫിക്കേഷൻ ഈസി അല്ലെ. അപ്പോൾ ഓയിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു, സൂത്തനിങ് ഓഫ് റെക്റ്റം വരുന്നതുകൊണ്ട് എന്തുണ്ടാവും, ദർ ഈസ് എ ഡെഫിക്കേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യും. ആൻഡ് ക്ലീനിങ് എനിമ ഈസ് ഓഫ്റ്റൻ അഡ്മിനിസ്റ്റർ ആണ് ഓയിൽ റിട്ടൻഷൻ എനിമ അല്ലെ. ഓയിൽ റിട്ടൻഷൻ എനിമ കഴിഞ്ഞ് വേണമെങ്കിൽ ദർ ഈസ് എ ക്ലീൻസിങ് എനിമയും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി മേസ് പ്രൊസീജിയർ ഇസ് ഡൺ അല്ലെ. മേസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഏട്രിയത്തിൽ സ്കാർ ഉണ്ടാക്കുന്നു അല്ലെ, ഏട്രിയത്തിൻ്റെ കൺട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഏട്രിയൽ ഫിബ്രിലേഷൻസിൽ യൂസ് ചെയ്യുന്ന സർജിക്കൽ മെത്തേഡാണ് മേസ് പ്രൊസീജിയർ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഏട്രിയൽ ഫിബ്രിലേഷൻ കേട്ടോ. അപ്പോൾ ഇത് വരുന്നുണ്ട്, കാർഡിയോളജിയിൽ അരിത്മിയാസ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ദ കണ്ടീഷൻ വിച്ച് ഈസ് ദ ലൈനിങ് ഓഫ് ഈസോഫാജിയൽ മസിൽ ഈസ് ഓൾട്ടേഡ്. ഈസോഫാജിയൽ മസിൽ അല്ല, സോറി, മ്യൂക്കോസ അല്ല. അപ്പോൾ ഈ മ്യൂക്കോസ ലൈനിങ്ങിൽ ഓൾട്രേഷൻ വന്ന ദർ ഈസ് എ ചാൻസ് ഫോർ അൾസർ, ദാറ്റ് ഈസ് ബാരറ്റ് ഈസോഫാഗസ്. ഓക്കെ, ഓൾറെഡി നോട്ടിലുള്ളതാണ് ബാരറ്റ് ഈസോഫാഗസ് കേട്ടോ. നട്ട് ക്രാക്കർ ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ ഹാർഡായിട്ട് ഉള്ള പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗസിനാണ് നട്ട് ക്രാക്കർ ഈസോഫാഗസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാഷ്മാർ കേട്ടോ, ജാഷ്മാർ ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ ഈസോഫാഗസിൻ്റെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് രണ്ടും പഠിപ്പിച്ചിട്ടില്ല, എനിവേ ബാരറ്റ് ഈസോഫാഗസ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ദ എക്സസീവ് പ്രഷർ ഓഫ് ബ്രാഞ്ച് ഓഫ് മീഡിയൽ പ്ലാന്റാർ നെർവ് ബിറ്റ്വീൻ 3rd and 4th ടോ കേട്ടോ. 3rd and 4th ഇതും പഠിപ്പിക്കാത്ത പോയിന്റ്സ് ആണ്, എനിവേ നോട്ട് ചെയ്ത് വെച്ചോ. മോട്ടൻസ് ന്യൂറോമ കേട്ടോ. മോട്ടൻസ് ന്യൂറോമയിൽ ടിഷ്യൂ കംപ്രഷൻ ആവുന്നു ടോസിൽ, അത് കാരണം അവിടെയുള്ള ബ്രാഞ്ചസ് ഓഫ് മീഡിയൽ പ്ലാന്റാർ നെർവ്സ് ഓൾസോ കംപ്രഷൻ ഉണ്ടാകുന്നു, മോട്ടൻ ന്യൂറോമ കേട്ടോ. അപ്പോൾ സെയിം തന്നെ നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രം എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്രഷൻ ഓഫ് മീഡിയൽ നെർവ് പറയുന്ന പോലെ അതിന് ഇക്വലൻ്റ് ചെയ്ത് ടോസ് അല്ല ലെഗിൽ എന്നുള്ള രീതിയിൽ മോട്ടൻസ് ന്യൂറോമ പഠിച്ചു വെച്ചാൽ. ഓക്കെ, next, a patient is prepared for intravesical administration of BCG, then he should advise the following measures the patient can expect അല്ല. അപ്പം BCG ഇൻട്രാവെസൈക്കൽ എന്ന് പറയുമ്പോൾ ബ്ലാഡർ ക്യാൻസറിന് വേണ്ടി BCG ഒരു കത്തീഡർ അല്ലെ, കത്തീഡർ ബാഗിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഓഫ് ഫസ്റ്റ് 4 to 6 hours പേഷ്യൻ്റ് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് വരാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ബ്ലാഡർ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ പേഷ്യൻറ്റിന് ഡോർസൽ റെക്കമെൻഡ് പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ എൻകറേജ് ദ ഫ്ലൂയിഡ് ആഫ്റ്റർ 2 hours ഓഫ് ഇൻസ്റ്റലേഷൻ. 2 hours കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഫ്ലൂയിഡ് 2 hours അല്ലെ, എൻകറേജ് ദ ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്. 2 മണിക്കൂർ ശേഷം NBO വിഡ്രോ ചെയ്ത് പേഷ്യൻ്റ് ഫ്ലൂയിഡ് കഴിക്കാം. അതുപോലെ തന്നെ അവോയ്ഡ് വോയിഡിങ് ഫോർ 2 hours ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ. അത് തെറ്റാണ്. ആഫ്റ്റർ 2 hours കഴിഞ്ഞ് പേഷ്യൻറ്റിനോട് ഇൻസ്ട്രക്ട് ടു വോയിഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രൊസീജിയർ കഴിയുന്ന ഉടനെ കത്തീഡർ വിഡ്രോ ചെയ്യും. അതിനുശേഷം പേഷ്യൻറ്റിനോട് സെൽഫ് വോയിഡിങ് എന്ന് പറയുന്ന ആഫ്റ്റർ 2 hours ആണ് കേട്ടോ. അപ്പോൾ അവോയ്ഡിങ് ഫോർ 2 hours ഓഫ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് റോങ് ആണ് കേട്ടോ. അപ്പോൾ എനിവേ മെസ്ന അങ്ങനെയുള്ള ആൻറ്റി കീമോ ഓങ്കോളജിയുടെ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇത് പഠിപ്പിക്കും. ആൻസർ ഈസ് അവോയ്ഡ് വോയിഡിങ് ഓഫ് 2 hours ആഫ്റ്റർ
ഇൻസ്റ്റലേഷൻ. നെക്സ്റ്റ് ഇ സി ജി ഫൈൻഡ് ഔട്ട് ഹൈപ്പർ കാൽസീമിയ അല്ലെ. ഹൈപ്പർ കാൽസീമിയയിൽ ലോ ആയിരിക്കും, ഹൈപ്പർ കാൽസീമിയയിൽ ഇ സി ജി വേവ്സുകൾ ബിഗ് ആയിരിക്കും അല്ലെ, അങ്ങനെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ക്യൂ ടി ഇൻ്റർവൽ ഷോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള ടി വേവ്സ് അല്ലെ. ഓപ്ഷൻ സി ഷോർട്ട് ആൻഡ് ക്യൂ ടി ഇൻ്റർവൽ. ഇനി വൈഡ് ആൻഡ് ആവുന്നത് ഇറ്റ് ഈസ് ഹൈപ്പോ കാൽസീമിയ. ഓക്കെ, ഹൈപ്പോ. ഇനി പൊട്ടാസ്യം ആകുമ്പോൾ നേരെ തിരിച്ച്, പൊട്ടാസ്യത്തിൽ വൈഡ് വരും, ഹൈപ്പർ കലീമിയയിൽ വൈഡ് വരും, ഹൈപ്പർ കലീമിയയിൽ നാരോ ആയിട്ടുള്ളത് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈപ്പർ കാൽസ്യത്തിൻ്റെ കാര്യത്തിൽ അത് തിരിച്ചിടണം കേട്ടോ. എനിവേ ഇതൊക്കെ ഇ സി ജി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പഠിപ്പിക്കും. ആൻസർ ഇസ് ഷോർട്ട് ആൻഡ് ക്യൂ ടി ആൻഡ് നാരോഡ് ടി വേവ്. ഓക്കെ, നെക്സ്റ്റ് 98 ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് സ്കിൻ ക്യാൻസർ. മോസ്റ്റ് കോമൺ സ്കിൻ ക്യാൻസർ ചോദിച്ചാൽ ആൻസർ ഇസ് ബേസൽ സെൽ കാർസിനോമ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എ ലൈറ്റ് ഗ്രേ റിംഗിങ് അറൗണ്ട് ദ ഐറിസ് ഡ്യൂ ടു ദ ഡിപ്രഷൻ ഓഫ് കൊളസ്ട്രോൾ അല്ലെ. അവിടെ ഐറിസിൽ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് അർക്യൂസ് സെനൈലൈസ് കേട്ടോ. ഓൾഡ് ഏജ് ആണുള്ള പ്രോബ്ലമാണ്. ഇസ് ഈസ് അർക്യൂസ് സെനൈൽസ്. ഓൾറെഡി ഐയുടെ നോട്ട്സിൽ വരുന്നുണ്ട് കേട്ടോ. ട്രക്യോസ്റ്റമി ഈസ് എ സർജിക്കൽ ഓപ്പറേഷൻ മേഡ് ബിറ്റ് ബീറ്റ് കേട്ടോ. അപ്പോൾ ട്രക്യോസ്റ്റമി ചെയ്യുന്ന എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് റിങ് കഴിഞ്ഞുള്ള സെക്കൻഡ് തേർഡ് റിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ടൈമിൽ അത് 3rd 4th ആവും, 5th അങ്ങനെ പോകും കേട്ടോ. എനിവേ ഇത് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് സർജിക്കൽ ഓപ്പണിംഗ് മേഡ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് കേട്ടോ. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രക്കൽ റിങ്ങിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ട്രക്യോസ്റ്റമി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി അങ്ങോട്ട് വരുന്ന ടോപ്പിക്സുകളിൽ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിവേ എബോവ് 80 നമ്മുടെ നോട്ട്സിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഇനി നിങ്ങൾ പഠിക്കുക, അറൗണ്ട് ഇതിനൊക്കെ ഒരു ഏകദേശം ഒരു 70 റേഞ്ചിലൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജോലി കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്. അപ്പോൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.